Hello all, welcome to today's class of Easy 468 Secure Communication. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 5-ത്തെ കീ മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. മൊഡ്യൂൾ 5 മെയിൻലി ഡീൽ ചെയ്യുന്നത് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന ടോപ്പിക്കാണ്. പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള കീസ് നമുക്കുണ്ടാവും. ഫസ്റ്റ് വൺ ഇസ് എ പബ്ലിക് കീ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് എ പ്രൈവറ്റ് കീ. പബ്ലിക് കീ is publicly made available to all the users, whereas private key is kept as secret. പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിക്ക് മുന്നേ നമ്മൾ സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി, അതായത് സിമെട്രിക് എൻക്രിപ്ഷൻ പഠിച്ചിരുന്നു. അവിടെ നമ്മൾ ആകെ കൂടി ഒരൊറ്റ സീക്രട്ട് കീ മാത്രമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ആ സീക്രട്ട് കീ സീക്രട്ട് ആക്കി വെക്കേണ്ടത് ആ പെർട്ടിക്കുലർ ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻ്റായ വർക്കിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കീ മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കീനെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, അതായത് സിമെട്രിക് ക്രിപ്റ്റോഗ്രാഫിക് സ്കീംസിൽ രണ്ട് പാർട്ടീസും ഒരു കോമൺ ആയിട്ടുള്ള സീക്രട്ട് കീ ഷെയർ ചെയ്യും. വേറെ പബ്ലിക് കീ സ്കീംസിൽ വാലിഡ് ആയിട്ടുള്ള പബ്ലിക് കീസ് രണ്ട് പാർട്ടീസും അക്വയർ ചെയ്യും. അപ്പോൾ ക്രിപ്റ്റോഗ്രഫിയിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള എൻക്രിപ്ഷൻസും ചെയ്യേണ്ടി വരും, സിമെട്രിക് ആസ് വെൽ ആസ് അസിമെട്രിക് എൻക്രിപ്ഷൻ, ഡിപ്പെൻഡിങ് upon the application. So the next topic is symmetric key distribution using symmetric encryption. Symmetric encryption എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know that is there is only a common secret key that must be shared among the two parties. That is, for symmetric encryption to work, the two parties must share the same key and that key must be protected from the access by others. അതൊരു സീക്രട്ട് ആക്കി വെക്കേണ്ട കീ ആണ്. അപ്പോൾ അങ്ങനെ സീക്രട്ട് ആക്കി വെക്കേണ്ട കീ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡാറ്റയുടെ പ്രൊട്ടക്ഷന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നൽകും. അതായത് furthermore, frequent key changes are usually desirable to limit the amount of data compromised if an attacker learns the key. ബൈ ചാൻസ് അറ്റാക്കർക്ക് കീ അറിഞ്ഞാൽ പോലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കീ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റേനെ പെട്ടെന്ന് തന്നെ അറ്റാക്കർക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നമ്മുടെ ATM കാർഡിൻ്റെ പിൻസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിൻ നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ, ബൈ ചാൻസ് ഒരു അറ്റാക്കർക്ക് അത് അറിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചേഞ്ച് ചെയ്ത ടൈം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഹാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ കീ സെലക്ഷൻ മാനേജ്മെന്റും സെക്യൂരിറ്റി സിസ്റ്റത്തിലെ ഒരു അബ്സല്യൂട്ട്ലി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി 4 തരത്തിലാണ് നമുക്ക് കീയുടെ ഡിസ്ട്രിബ്യൂഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് ഒരു ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെ അതിന്റെ കീ ഡിസ്ട്രിബ്യൂഷൻ ടെക്നിക്കലാണ്. And that can be achieved in 4 number of ways. First way എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if suppose A and B are two parties, then A can select a key and physically deliver to B. ഒരു പാർട്ടിക്ക് കീ സെലക്ട് ചെയ്ത് മറ്റേ ആൾക്ക് ഫിസിക്കലി ഡെലിവർ ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കീ ഡിസ്ട്രിബ്യൂഷൻ്റെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തേർഡ് പാർട്ടിക്ക് കീ സെലക്ട് ചെയ്തിട്ട് that can be delivered to both the parties, both the communicating parties A and B. തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എയും ബിയും ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ട് വേറൊരു പുതിയൊരു കീ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഇഫ് എ ആൻഡ് ബി ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് പ്രീവിയസ്ലി ആൻഡ് റീസെൻ്റ്ലി, എനി വൺ പാർട്ടി ക്യാൻ യൂസ് എ പ്രീവിയസ് കീ ടു എൻക്രിപ്റ്റ് എ ന്യൂ കീ. അതായത് ഓൾറെഡി ആദ്യത്തെ കീ നമുക്ക് അറിയാവുന്നതാണ്, രണ്ട് പാർട്ടീസിനും അറിയാവുന്നതാണ്. ആ ഒരു കീ വെച്ചിട്ട് പുതിയൊരു കീ അവർക്ക് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. നാലാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്കും ബിക്കും വേറൊരു തേർഡ് പാർട്ടി സി ആയിട്ടൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു എൻക്രിപ്റ്റഡ് ലിങ്ക് വഴി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സി എന്ന് പറഞ്ഞ ആ തേർഡ് പാർട്ടിക്ക് ഈ എൻക്രിപ്റ്റഡ് ലിങ്കുകൾ വഴി ഒരു കീ എക്കും ബിക്കും സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഫോർത്ത് മെത്തേഡ്. സോ ആദ്യത്തെ മെത്തേഡ് എക്ക് ഒരു കീ സെലക്ട് ചെയ്ത് ഫിസിക്കലി ഡെലിവർ ചെയ്യാം ബിക്ക്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് സെലക്ട് ചെയ്തിട്ട് the key can be delivered to both A and B. തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എയും ബിയും ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തൊരു പുതിയൊരു കീ ഉണ്ടാക്കിയെടുക്കാം. നാലാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എയും ബിയും സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള ലിങ്ക്, കമ്മ്യൂണിക്കേഷൻ ലിങ്ക് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിക്ക്
ഈ എൻക്രിപ്റ്റഡ് ലിങ്ക് വഴി ഒരു കീ എക്കും ബിക്കും കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം പറഞ്ഞ രണ്ട് മെത്തേഡുകളും ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രണ്ട് മെത്തേഡുകളാണ്, അതായത് ഫിസിക്കൽ ഡെലിവറി ആണ്. പക്ഷേ അത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്സിൽ നമുക്ക് പോസിബിൾ ആയിട്ട് വരണമെന്നില്ല. ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ ഇൻ ദ കേസ് ഓഫ് വൈഡ് ഏരിയ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ്. ഇനി മൂന്നാമത് പറഞ്ഞത്, അതായത് എയും ബിയും ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആദ്യത്തെ കീ യൂസ് ചെയ്ത് രണ്ടാമത്തെ ഒരു പുതിയൊരു കീ എൻക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാമെന്ന് പറഞ്ഞു. അത് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ 1 or 2 ഒക്കറിംഗ് ഫസ്റ്റ് ആണ്. അതായത് ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് 2 കണ്ടീഷൻസ് ഏതെങ്കിലും ഒന്ന് ഒക്കർ ചെയ്തിട്ടുണ്ടാവണം. അതായത് അവരുടെ കയ്യിൽ ഓൾറെഡി ഒരു കീ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമാണ് ഇത് നമുക്ക് പോസിബിൾ ആയിട്ട് വരുള്ളൂ. തേർഡ് കണ്ടീഷൻ മാത്രമല്ല, എങ്ങാനും ആ ഒരു കീ അറ്റാക്കർ കണ്ടുപിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ കീസും അറ്റാക്കർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് ആദ്യത്തെ കീ അറ്റാക്കറുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കീസ് മുഴുവൻ, ആ കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന കീസ് മുഴുവൻ അറ്റാക്കർക്ക് ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഫോർത്ത് മെത്തേഡ് എന്ന് പറഞ്ഞത് ഒരു ട്രസ്റ്റഡ് ഇന്റർമീഡിയറിനെ ഡിപ്പെൻഡന്റ് ആണ്. അതായത് ഒരു തേർഡ് പാർട്ടി ഹും ഓൾ ദ പാർട്ടീസ് ട്രസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ട്രസ്റ്റഡ് ഇന്റർമീഡിയറി ടു മീഡിയേറ്റ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദം. സാധാരണഗതിയിൽ ഒരു കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ, അതായത് KDC എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓരോ യൂസറും ഒരു യുണീക്ക് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ആയിട്ട് ഷെയർ ചെയ്യും. ആൻഡ് ആ യുണീക്ക് കീനെ നമ്മൾ പറയുന്ന പേരാണ് മാസ്റ്റർ കീ. ദാറ്റ് വിൽ ബി ഡെൽറ്റ് ഇൻ ദി ഫർദർ സെക്ഷൻസ്. അപ്പോൾ അത്രയാണ് നമുക്ക് 4 ടൈപ്പ് മെത്തേഡ്സ് ഉള്ളത്. 1 and 2 ഫിസിക്കൽ ഡെലിവറി ആണ്, പക്ഷെ അത് വൈഡ് ഏരിയ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ പ്രാക്ടിക്കൽ ആവില്ല. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏതെങ്കിലും 2 മെത്തേഡുകൾ ആദ്യം ഒക്കെ അറിയണം. എങ്ങാനും ആദ്യത്തെ മെത്തേഡിൽ ഡെവലപ്പ് ചെയ്ത കീ അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അറ്റാക്കർക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാക്കുന്ന കീസ് മുഴുവൻ അവർക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർത്ത് മെത്തേഡാണ് മെയിനായിട്ട് നമ്മൾ ഈ മൊഡ്യൂളിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു യൂണിറ്റ്, അതായത് KDC എന്ന് പറഞ്ഞൊരു യൂണിറ്റിനെ ബേസ് ചെയ്ത് ചെയ്യുന്നത്. ഈ KDC എന്ന് പറയുന്നത് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ആണ്. കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ആയിട്ട് എല്ലാ കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടീസ്, അതായത് നമ്മുടെ കേസിൽ എയും ബിയും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കീ ഷെയർ ചെയ്യും. ആൻഡ് ആ യുണീക്ക് ആയിട്ടുള്ള കീനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള കീ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് ഒരു കീ ഡിസ്ട്രിബ്യൂഷൻ ടാസ്കിന്റെ ഒരു കോംപ്ലക്സിറ്റി പറയുന്ന ഒരു സെക്ഷനാണ്. അതായത് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റിംഗ് പെയേഴ്സ് ഉണ്ടോ അത്രത്തോളം ഡിപ്പെൻഡന്റ് ആണ് എത്രത്തോളം കീ വേണം എന്നുള്ളത്. അതായത് സപ്പോസ് നമുക്ക് നമ്മുടെ കയ്യിൽ n നമ്പർ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടീസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, 10 കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടീസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി ലെയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വോയിസ് ലെയേഴ്സ്. അതിൽ നമുക്കറിയാം ദർ ഇസ് നെറ്റ്വർക്ക് ലെയർ ആസ് വെൽ ആസ് ആപ്ലിക്കേഷൻ ലെയർ. ഇപ്പോൾ നെറ്റ്വർക്ക് ലെയറിലാണ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലെവലിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ വി നീഡ് n into n-1/2 നമ്പർ ഓഫ് കീസ്. ഓക്കെ, അതായത് ഒരു നെറ്റ്വർക്കിൽ നമുക്ക് n ഹോസ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ് ഓഫ് നമ്പർ ഓഫ് കീസ് n into n-1/2. മറിച്ച് ഒരു ആപ്ലിക്കേഷൻ ലെവലാണെന്നുണ്ടെങ്കിൽ ഒരു യൂസറിന്, അതായത് എവറി പെയർ ഓഫ് യൂസേഴ്സ് ഓഫ് പ്രോസസ് റിക്വയർസ് ഓൺലി 1 കീ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇഫ് സപ്പോസ് ഇങ്ങനെയാണ്, അതായത് n നമ്പർ ഓഫ് യൂസേഴ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ലെവൽ ഇൻ വിച്ച് വി ആർ ഇംപ്ലിമെന്റിങ് the process, it will require either n into n-1/2 keys or n keys. n into n-1/2 keys ആവശ്യം വരിക അത് നെറ്റ്വർക്ക് ലെവലിലാണെന്നുണ്ടെങ്കിൽ. ആപ്ലിക്കേഷൻ ലെവലിലാണെന്നുണ്ടെങ്കിൽ it just requires n number of keys. n യൂസേഴ്സിന് n keys മതിയാവും. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കീ ഹയറാർക്കിയാണ്. നമ്മൾ KDCയുടെ കേസ് പറഞ്ഞു, അതായത് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു കീ മാനേജ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള കീസ് ആണ് മെയിൻ ആയിട്ട് യൂസിൽ വരിക. ദ ഫസ്റ്റ് കീ ഈസ് കോൾഡ് സെഷൻ കീ ആൻഡ് ദ സെക്കൻഡ് കീ ഈസ് കോൾഡ് മാസ്റ്റർ കീ. സെഷൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സെഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു കീയാണ് നമ്മൾ സെഷൻ കീ എന്ന് പറയാം. ഈ സെഷൻ കീ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു KDC ആയിരിക്കും. KDC അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ ഏതാണോ കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടീസ് ഉള്ളത്, സപ്പോസ് എയും ബിയും ആണ് 2 കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടീസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഓൾറെഡി അവരുടെ മാസ്റ്റർ കീ KDC ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് സെയിം വേ ബിയും അവരുടെ മാസ്റ്റർ കീ KDC ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സെഷൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ദി ഡ്യൂറേഷൻ ഓഫ് എ ലോജിക്കൽ കണക്ഷൻ and the communication between n systems is encrypted using session key which is used only for the duration of the logical connections and then discarded. ഒരു സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെഷൻ കീ ഡിസ്കാർഡ് ചെയ്യും. പക്ഷെ മാസ്റ്റർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതൊരു യൂണീക്ക് ആയിട്ടുള്ള ഒരു കീ ആണ്, അത് ഡിസ്കാർഡ് ചെയ്യില്ല. സെഷൻ കീ ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഓവർ ദി സെയിം നെറ്റ്വർക്കിംഗ് ഫെസിലിറ്റി യൂസ്ഡ് ഫോർ എൻഡ് യൂസർ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ദി സെക്കൻഡ് ടൈപ്പ് ഓഫ് കീ ഇസ് ദ മാസ്റ്റർ കീ. മാസ്റ്റർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് സിസ്റ്റവും കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററും കൂടി ഷെയർ ചെയ്യുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കീ ആണ്. ഫോർ ഈച്ച് എൻഡ് സിസ്റ്റം ഓർ യൂസർ ദർ ഇസ് എ യുണീക്ക് മാസ്റ്റർ കീ ദാറ്റ് ഇറ്റ് ഷെയർസ് വിത്ത് ദി കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. അതായത് n നമ്പർ ഓഫ് ഹോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ n മാസ്റ്റർ കീസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ യൂസർക്കും ഓരോ സെപ്പറേറ്റ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള മാസ്റ്റർ കീസ് ഉണ്ടാവും, വിച്ച് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് യൂസിങ് ഫിസിക്കൽ ഡെലിവറി. ഈ മാസ്റ്റർ കീ വെച്ചിട്ടായിരിക്കും നമ്മൾ സെഷൻ കീനെ എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഹ്യൂജ് ആയിരിക്കും. അതിന് നമ്മൾ ക്രിപ്റ്റോഗ്രാഫിക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലെവൽ ക്രിപ്റ്റോഗ്രാഫിക് പ്രൊട്ടക്ഷൻ ആണ്. സെഷൻ കീസ് നമുക്ക് കുറച്ചും കൂടി ഉണ്ടാവും. മാസ്റ്റർ കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും when compared. സെഷൻ കീസ് വിൽ ബി നിയർലി n to n-1/2. ദിസ് ഇസ് ജസ്റ്റ് n. ഇതെന്ന് പറഞ്ഞാൽ നോൺ ക്രിപ്റ്റോഗ്രാഫിക് പ്രൊട്ടക്ഷൻ ആണ്. സെഷൻ കീ വെച്ചിട്ടാണ് ക്രിപ്റ്റോഗ്രാഫിക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു കീ ആണ്. ഇനി നെക്സ്റ്റ് ഒരു കീ ഡിസ്ട്രിബ്യൂഷൻ സിനേറിയോ ആണ്. കീ ഡിസ്ട്രിബ്യൂഷൻ സിനേറിയോയിൽ നമുക്ക് രണ്ട് ഹോസ്റ്റുകളുണ്ട്. അതായത് വൺ ഇസ് ഇനീഷ്യേറ്റർ എ ആൻഡ് അതർ വൺ ഇസ് റെസ്പോണ്ടർ ബി. ആൻഡ് ഇവിടെ ഒരു 5 സ്റ്റെപ്പുകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതിൽ 1 and 2 are key distribution steps, 1, 2 and 3, and again this 3, 4 and 5 they are the authentication steps. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ if they want between initiator A and responder B, ആദ്യം തന്നെ ഇവർക്കൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ they need a session key. അപ്പോൾ സെഷൻ കീക്ക് വേണ്ടിയിട്ട് ഇനീഷ്യേറ്റർ ആദ്യം തന്നെ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും. ഈ റിക്വസ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ഇനീഷ്യേറ്ററും അതേപോലെ തന്നെ ഇവിടുത്തെ റെസ്പോണ്ടറും രണ്ടുപേരും അവരുടെ മാസ്റ്റർ കീസ് ആയ KA ആൻഡ് KB, ഇനീഷ്യേറ്റർ എയുടെ മാസ്റ്റർ കീ ആണ് KA, റെസ്പോണ്ടർ ബിയുടെ മാസ്റ്റർ കീ ആണ് KB. ദാറ്റ് ഈസ് ഓൾറെഡി ബീങ് ഷെയർഡ് വിത്ത് ദി കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. അപ്പോൾ ഈ KA ആൻഡ് KB ഇസ് ഓൾറെഡി ദെയർ വിത്ത് ദി ഇനീഷ്യേറ്റർ ആൻഡ് KDC ആസ് വെൽ ആസ് വിത്ത് ദി ഇനീഷ്യേറ്റർ ആൻഡ് റെസ്പോണ്ടർ. സോ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇനീഷ്യേറ്റർ ഒരു റിക്വസ്റ്റ് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലേക്ക് കൊടുക്കും. ആൻഡ് ആ റിക്വസ്റ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് 3 തിങ്സ്. ഒന്ന് IDA, പിന്നെ IDB, പിന്നെ N1. IDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിറ്റി ഓഫ് എ ആണ്. അതായത് ഫസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആളുടെ ഐഡന്റിറ്റി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. എവിടേക്കാണോ മെസ്സേജ് പോകേണ്ടത് അയാളുടെ ഐഡന്റിറ്റി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺസ് ആണ്. നോൺസ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിഫയർ ആണ്. അത് ഒന്നില്ലെങ്കിൽ ഒരു കൗണ്ടർ ആവാം, അല്ലെങ്കിൽ ഒരു ടൈം സ്റ്റാമ്പ് ആവാം, അല്ലെങ്കിൽ ഒരു റാൻഡം നമ്പർ ആവാം. അതിന് ആകെ ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫോർ ഈച്ച് ഓഫ് ദ റിക്വസ്റ്റ്. ഓക്കെ. ആൻഡ് ടു പ്രിവെന്റ് ദി മാസ്കുറേഡിംഗ് it should be difficult for an opponent to guess the nonce. നോൺസ് പെട്ടെന്നൊന്നും ഒരു ഒപ്പോസർക്ക് ഗസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ യൂഷ്വലി നോൺസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു റാൻഡം നമ്പർ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു ഐഡന്റിഫയർ ഓഫ് എ, ബി ആൻഡ് നോൺസ് നമ്മൾ KDCയിലേക്ക് സെൻഡ് ചെയ്യും. ഐഡന്റിഫയർ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യേറ്ററിന്റെ ഐഡന്റിറ്റി, റെസ്പോണ്ടർ ആവേണ്ട ആളുടെ ഐഡന്റിറ്റി, പിന്നെ നോൺസ് എന്ന് പറയുന്നത് ഒരു യൂണീക്ക് ആയിട്ടുള്ളൊരു നമ്പർ, യൂഷ്വലി റാൻഡം നമ്പർ. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ റെസ്പോണ്ട് ചെയ്യും. ആൻഡ് ഹീസ് റെസ്പോണ്ടിങ് ബൈ ദീസ് മെനി തിങ്സ്. അതായത് ഹി വിൽ ബി റെസ്പോണ്ടിങ് ബൈ യൂസിങ് എൻക്രിപ്റ്റഡ് വേർഷൻ യൂസിങ് KA. KA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യേറ്റർ എന്റെ മാസ്റ്റർ കീ ആണ്. KA വെച്ചിട്ട് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇതേ മെസ്സേജ് which is being appended with the session key he will send back. അപ്പോൾ സെഷൻ കീ ആണ് ഇവർക്ക് വേണ്ടത്. ഈ സെഷൻ കീ is being sent along with IDA, IDB and N1. അതായത് ഈ മെസ്സേജിന്റെ കൂടെ സെഷൻ കീയും കൂടി അപ്പൻഡ് ചെയ്തിട്ട് അവർ KA വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ KA വെച്ച് എൻക്രിപ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യേറ്റർക്ക് മനസ്സിലാവും ആ ഒരു മെസ്സേജ് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കാരണം KA അറിയാവുന്ന ആകെ ഒരാൾ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ആണ്, അതർ ദാൻ ഇനീഷ്യേറ്റർ. KA എന്ന് പറയുന്നത് എന്റെ മാസ്റ്റർ കീ ആണ്. അപ്പോൾ ദാറ്റ് വിൽ ബി സെൻഡ് ടു ഹിം along with KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോണ്ടറിന്റെ മാസ്റ്റർ കീ ആണ്. along with
ദിസ് പെർട്ടിക്കുലർ ഡാറ്റ ഓൾസോ. അതായത് KS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോണ്ടർക്കുള്ള, അതായത് ബിക്കുള്ള പാർട്ടാണ് ഇത്, ബിക്കുള്ള മെസ്സേജ്. ബിക്കുള്ള മെസ്സേജിൽ ഇവിടെ ബിന്റെ മാസ്റ്റർ കീ ഉണ്ടാവും ആൻഡ് KS ഇസ് സെഷൻ കീ ഫോർ ദ റെസ്പോണ്ടർ ആൻഡ് ID is ഐഡന്റിറ്റി ഓഫ് എ. അപ്പൊ ഇത്രയും പോർഷൻ ആണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇനീഷ്യേറ്റർ റെസ്പോണ്ടർക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് KA വെച്ചിട്ട് ഇത്രയും പോർഷൻ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആൻഡ് ഇത്രയും സെക്ഷൻ ഇവര് KB വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ദിസ് യു ക്യാൻ സീ ദ ബ്രാക്കറ്റ്. ഇത് എൻക്രിപ്റ്റഡ് യൂസിങ് KA, അതായത് മാസ്റ്റർ കീ ഓഫ് A along with encrypted using KB, അതായത് മാസ്റ്റർ കീ ഓഫ് B. He will be sending back session key for B as well as identity of A. അപ്പൊ ഈ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലേക്ക് ഉദ്ദേശിച്ചിട്ടാണ്, ബിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ തേർഡ് സ്റ്റെപ്പിൽ ബിയിലേക്ക് ഇത്രയും സെക്ഷൻ ഇവർ സെൻഡ് ചെയ്യും, A സെൻഡ് ചെയ്യും തേർഡ് സ്റ്റെപ്പിൽ. അപ്പോൾ ബിയിലേക്ക് ഇത് വരുമ്പോൾ ബിയിൽ യു ക്യാൻ സി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻക്രിപ്റ്റഡ് മെസ്സേജ് യൂസിങ് KB. KB is the master key of B and it contains the session key KS for B as well as identity of A. അപ്പോൾ ഇത്രയും കിട്ടി കഴിഞ്ഞാൽ റെസ്പോണ്ടർക്ക് മനസ്സിലാവും. ഈ KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർക്കും ഇവർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്, മാസ്റ്റർ കീ. അപ്പോൾ ഇത് കിട്ടി കഴിഞ്ഞാൽ തന്നെ റെസ്പോണ്ടർക്ക് മനസ്സിലാവും ഈ മെസ്സേജ് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ വഴി വന്നിട്ടുള്ളതാണ്. സോ ദാറ്റ് ഇറ്റ് ഇസ് authentic. And the one that is communicating with B is none other than A, because ഇവിടെ ഐഡന്റിറ്റി ഓഫ് A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനും കൂടി ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും 3 സ്റ്റെപ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെഷൻ കീ Aക്കും കിട്ടി, Bക്കും കിട്ടി. അതായത് കീ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റെപ്സ് കഴിഞ്ഞു. ഇനിയുള്ള 2 സ്റ്റെപ്സ് ഓപ്ഷണലാണ്. അതായത് ഓതന്റിക്കേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന 2 സ്റ്റെപ്സ് ആണ്. ഓതന്റിക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോണ്ടർ ഇതേ സെഷൻ കീ വെച്ചിട്ട് ഒരു non-stu, അതായത് വേറൊരു എക്സ്ട്രാ ഒരു റാൻഡം നമ്പർ ഇനീഷ്യേറ്റർക്ക് സെൻഡ് ചെയ്യും. അപ്പൊ ഇതിവിടെ കിട്ടി എന്നുള്ളതിന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഇതേ സെഷൻ കീ ഇനീഷ്യേറ്ററെ റെസ്പോണ്ടർ ബിക്ക് സെൻഡ് ചെയ്യും. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് സെഷൻ കീ ആസ് വെൽ ആസ് എ ഫംഗ്ഷൻ ഓഫ് ദിസ് non-stu. അതായത് ഈ നോൺസിന് ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് മേ ബി ഈ നോൺസിന്റെ കൂടെ ഒരു 1 or 2 അങ്ങനെ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ ആഡ് ചെയ്തിട്ട് ഇവരത് റെസ്പോണ്ടർ ബിക്ക് സെൻഡ് ചെയ്യും. സോ ദാറ്റ് എക്കും ബിക്കും മനസ്സിലായി കമ്മ്യൂണിക്കേറ്റിംഗ് എൻറ്റിറ്റീസ് അവർ തന്നെയാണ് ആൻഡ് ദാറ്റ് ദിസ് പ്രോസസ് ഇസ് വെരി മച്ച് ഓതന്റിക്കേറ്റഡ്. അപ്പൊ ഇത്രയാണ് നമുക്കൊരു ടിപ്പിക്കൽ കീ ഡിസ്ട്രിബ്യൂഷൻ സിനേറിയോ ഉള്ളത്. ഫസ്റ്റ് കേസിൽ ഇനീഷ്യേറ്റർ എയും റെസ്പോണ്ടർ ബി അവരെ മാസ്റ്റർ കീ KDC ആയിട്ട് ഷെയർ ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇനീഷ്യേറ്റർക്ക് റെസ്പോണ്ടർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സെഷൻ കീന്റെ ആവശ്യത്തിനായിട്ട് അവരുടെ ഐഡന്റിറ്റിയും ബിന്റെ ഐഡന്റിറ്റിയും ഒരു നോൺസും കൂടിയിട്ട് KDCയിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. KDC തിരിച്ച് മാസ്റ്റർ കീ ഓഫ് എയും മാസ്റ്റർ കീ ഓഫ് ബിയും വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള 2 സെപ്പറേറ്റ് മെസ്സേജുകൾ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 2 സെപ്പറേറ്റ് സെഷൻ കീസ് ഫോർ A ആസ് വെൽ ആസ് B ഇങ്ങോട്ട് സെൻഡ് ചെയ്യും. ബിന്റെ പാർട്ട് ഓഫ് മെസ്സേജ് അവർ ബിയിലേക്ക് തന്നെ സെൻഡ് ചെയ്യും. A വിൽ സെൻഡ് ടു B. മറ്റേ ഈ പോർഷൻ ഈ സെഷൻ കീ ഇവർ എന്റെ കയ്യിൽ തന്നെ വെക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്സിൽ ഓതന്റിക്കേഷൻ ആണ്. അതായത് സെഷൻ കീ എൻക്രിപ്റ്റഡ് വേർഷൻ യൂസിങ് ആൻഡ് ദിസ് non-stu, അതായത് വേറൊരു എക്സ്ട്രാ റാൻഡം നമ്പർ സെൻഡ് ടു ഇനീഷ്യേറ്റർ. സോ ദാറ്റ് ഇവിടെ ഓതന്റിക്കേഷൻ നടന്നു. ദാറ്റ് ബി ഇനീഷ്യേറ്ററിലേക്ക് ഒരു ഓതന്റിക്കേഷൻ സ്റ്റെപ്പ് ഇനിഷ്യേറ്റ് ചെയ്തു. നെക്സ്റ്റിൽ ഇതേ നോൺസിന്റെ കൂടെ ചെറിയ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ വരുത്തിയിട്ട് ആ സെഷൻ കീ ഈസ് ബീങ് സെൻഡ് ബാക്ക് ടു ദി റെസ്പോണ്ടർ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓതന്റിക്കേഷൻ ആസ് വെൽ ആസ് കീ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റെപ്സ് കഴിയും. അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ കീ ഡിസ്ട്രിബ്യൂഷൻ സിനേറിയോ നമുക്കുള്ളത്. ഇനി അതിൽ വരുന്ന കുറച്ച് കീ ഡിസ്ട്രിബ്യൂഷൻ ഇഷ്യൂസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ലാർജ് നെറ്റ്വർക്ക്സ് ആണെന്നുണ്ടെങ്കിൽ ഹൈറാർക്കി ഓഫ് KDC ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ having entities with same local domain, local KDC is responsible for key distribution. If 2 entities in different domains desire a shared key, then the corresponding local KDCs can communicate through hierarchy of global KDCs. അതായത് ലോക്കൽ ആയിട്ടുള്ള KDCയുടെ ഇമ്പോർട്ടൻസ്, ഒരു വലിയ നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ KDCs നമുക്ക് ആവശ്യം വരും. പിന്നെ അതേപോലെ തന്നെ ഒരു സെക്യൂരിറ്റി എഫേർട്ടും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ന്യൂ കറക്ഷൻ ഓറിയന്റഡ് സെഷനും പുതിയ സെഷൻ കീ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി കണക്ഷൻലെസ് പ്രോട്ടോകോൾ ആണെന്നുണ്ടെങ്കിൽ ന്യൂ സെഷൻ കീ ഈസ് യൂസ്ഡ് ഫോർ എ സർട്ടൻ ഫിക്സഡ് പീരിയഡ് ഓൺലി ഓർ ഫോർ എ സർട്ടൻ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്. നെക്സ്റ്റ് ഒരു ഇഷ്യൂ ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് കീ ഡിസ്ട്രിബ്യൂഷൻ അപ്രോച്ച് പ്രൊവൈഡ്സ് ദി ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഡൈനമിക് ക്യാരക്ടറിസ്റ്റിക്സ് നീഡഡ് ടു അലൗ എ നമ്പർ ഓഫ് terminal users to access the number of hosts and for hosts to exchange data with other, provided they trust the system to act on their behalf. അതായത് എത്ര ഹോസ്റ്റുകളെ അവർക്ക് സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ യൂസ് ഓഫ് എ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഇമ്പോസസ് ദ റിക്വയർമെന്റ് ദാറ്റ് KDC ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടി ആയിരിക്കണം.
Okay, and this requirement can be avoided if the key distribution is fully decentralized. അതായത് ഇത് ലോക്കലായിട്ടാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ റിക്വയർമെൻറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. വി ജസ്റ്റ് ഡെൽറ്റ് വാട്ട് ഇസ് കീ മാനേജ്മെൻറ്റ് ആൻഡ് ഓൾസോ ദി വേരിയസ് ഹൈറാർക്കീസ്, how we are performing the symmetric distribution, the key distribution task, പിന്നെ ഒരു typical key distribution scenario, പിന്നെ അതേപോലെ തന്നെ key distribution ഉണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസ്. ദാറ്റ്സ് ഓൾ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ ഫർദർ ടോപ്പിക്സ് ഡീൽ ചെയ്യുന്നതായിരിക്കും. ഹോപ്പ് യു ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.